Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of previous year questions based on the chapter quadratic equations. നമ്മൾ MCQ questions already complete ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് പോയി ഒന്ന് കാണാവുന്നതാണ്. അതേമാതിരി തന്നെ NCERT എക്സസൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അതും കാണാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം സോ ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് 2 ഈക്വൽ റൂട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നിങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. 2 ഈക്വൽ റൂട്ട്സ്, അതേമാതിരി തന്നെ ഇക്വേഷൻ പ്രോപ്പറായിട്ട് പൊളാരിറ്റി അടക്കം നിങ്ങൾ എഴുതിയെടുക്കണം. കറക്റ്റ് പൊളാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. ഇക്വേഷൻ കറക്റ്റായാൽ മാത്രമാണ് നമ്മളുടെ അനാലിസിസ് ഫർദർ കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും കറക്റ്റ് ആക്കി തന്നെ ഇക്വേഷൻസ് എഴുതിയെടുക്കുക കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. ആദ്യം നമുക്ക് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കാം. ദാറ്റ് ഈസ് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5mx² മൈനസ് 6mx ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, +9 = 0. ഇതിപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് ആയിട്ടുണ്ട്. ax² + bx + c = 0. ഇവിടെ x² കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 5m ആയിരിക്കും a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -6m ആൻഡ് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 9. ഓക്കെ, അപ്പോൾ ഇത്രയും അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈക്വൽ റൂട്ട്സ് കിട്ടാനുള്ള കണ്ടീഷനാണ്. ഈക്വൽ റൂട്ട്സ് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? b² - 4ac = 0. So b² - 4ac = 0 or b = -6m the whole square -4 × 5m × 9 = 0. Or this is 36m² minus മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 4 20 ആണ്. 20 × 9 ഇറ്റ് ഈസ് 180. m = 0 or 36m = 180m. m ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 36m = 180 എന്ന് വരുന്നുണ്ടാവും. or m = 180/36 വരുന്നുണ്ടാവും. 180/36 എത്രയാണ് വാല്യൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. So 180/36 it is 5. So 180/36 എത്രയാണ് വാല്യൂ വരുന്നുണ്ടാവുക? 5 ആണ് വരുന്നുണ്ടാവുക. സോ m = 5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂവിലാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് വരുന്നത്? 2 ഈക്വൽ റൂട്ട്സ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. 2 മാർക്സ് ഒക്കെ ഒരു സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് നമുക്കൊരു സിമ്പിൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വേർഡ് പ്രോബ്ലംസ് ഒക്കെ അധികം 3 മാർക്കും 4 മാർക്കിലൊക്കെയാണ് വരുന്നത്. 2 മാർക്കിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് തന്നെയാണ്. നമ്മളുടെ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുന്ന ടൈപ്പ്, അതേമാതിരി തന്നെ നമ്മളുടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക ഐദർ ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് ചിലപ്പോൾ സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. സോ ഇറ്റ് ഈസ് 8x² - 2x - 3 = 0. ഇത് CBSE 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന മെത്തേഡ് എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ക്വാഡ്രാറ്റിക് ഫോർമുല വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. സോ ആദ്യം നമ്മൾക്ക് പ്രൊഡക്റ്റ് ഇവിടെ എന്താണ് വരുന്നുണ്ടാവുക? പ്രൊഡക്റ്റ് is equal to -3 × 8 ദാറ്റ് is equal to -24 അല്ലേ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c × a ആണ്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ദാറ്റ് ഈസ് -2. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24നെ ഫാക്ടറൈസ് ചെയ്യാം. 24നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇത് is 2, 12,
2 6 2 3 3 1. ഇതിൽ ഏതിൽ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സം 2 കിട്ടുക എന്ന് നോക്കി നോക്കാം. 3 into 2 it is 6 and this is 2 into 2 4 അല്ലേ. 6ഉം 4ഉം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 2 കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ 2 അല്ല വേണ്ടത്, -2 ആണ് വേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -6 + 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? -2 കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, പോളാരിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? ഇത് വെച്ചിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്. -2 ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ -6ഉം 4ഉം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ഇക്വേഷനിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. അതായത് -2x ഇൻ ടേംസ് ഓഫ് 6ഉം 4ഉം നമ്മൾ എഴുതാൻ പോവാണ്. നെക്സ്റ്റ് ഈ രണ്ട് ടേംസിൽ നിന്നും കോമൺ ആയിട്ട് എന്തൊക്കെ പുറത്തേക്ക് എടുക്കാം. ഇതൊക്കെ ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകാൻ കാരണം പോളിനോമിയൽസ് ചാപ്റ്ററിലൊക്കെ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡായിട്ട് പോകുന്നത്. അപ്പോൾ 8xലും 6xലും കോമൺ ആയിട്ട് നമുക്ക് 2x പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 4x - 3. വൺസ് നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് എഴുതി വയ്ക്കുക. പെൻഡിങ് ആയിട്ടുള്ള 4x - 3 കിട്ടാനായിട്ട് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ കൂടെ 1 എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ബി ഗെറ്റിംഗ് 2x + 1 ആൻഡ് റിപ്പീറ്റ് ചെയ്ത് വന്ന ബ്രാക്കറ്റ് നമ്മൾ ഒരു പ്രാവശ്യമാണ് എഴുതുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. സോ 2x + 1 is equal to 0 എഴുതാം. 4x - 3 is equal to 0 എന്ന് എഴുതാം. or x is equal to -1/2 എന്ന് എഴുതാം. or x is equal to 3/4 എന്ന് എഴുതാം. so this will be the values of x. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുലയും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നു, കാരണം ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് മെത്തേഡാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഏത് മെത്തേഡ് വെച്ച് ചെയ്താലും നമുക്കവിടെ മാർക്ക് കിട്ടുന്നതാവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മോഡലിൽ തന്നെ നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും, പക്ഷെ വാല്യൂസും കാര്യങ്ങളും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം മോഡലൊക്കെ സെയിം തന്നെയായിരിക്കും, വാല്യൂസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക്സ് നോക്കി റെഫർ ചെയ്ത് വേറെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. First question, solve for x 1/x + 4 minus 1/x - 7 is equal to 11/30. x naught is equal to -4 and 7. CBSE 2020 ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് യു ഹാവ് ടു ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × x - 7 it is x - 7 minus x + 4 divided by x + 4 into x - 7. കോമൺ എൽസിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് 11/30. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ x - 7 minus x minus 4 മൈനസ് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡിവിഷൻ x + 4 into x - 7 is equal to 11/30 എന്ന് വന്നു. എക്സ് നെഗറ്റീവ് എക്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. -7 -4 it is -11. -11 division x + 4 into x - 7 is equal to 11 divided by 30. നിങ്ങൾ ന്യൂമറേറ്റർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂസ് 11 കോമൺ ആണ് അല്ലേ. ഈ 11ഉം ഈ 11ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു 1 വരുന്നുണ്ടാവും, ഇവിടെ ഒരു 1 വരുന്നുണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ -1 × 30 it is -30 is equal to 1 into എന്ന് പറഞ്ഞു വരും. ദാറ്റ് ഈസ് x + 4 into x - 7. ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം.
minus 30 is equal to x square minus 7x plus 4x minus 28, or x square minus 7x plus 4x, it is negative 3x അല്ലെ, negative 3x minus 28 plus 30 is equal to 0, or x square minus 3x 30 minus 28, it is 2 is equal to 0. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നേരത്തെ മാതിരി തന്നെ നമ്മളുടെ ഫാക്ടറൈസേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് വെച്ചിട്ടോ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂസ് ഓഫ് എക്സ് ആസ് 1 and 1 or 2. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എക്സിന് 2 വാല്യൂസ് വരുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ QF മെത്തേഡ്, ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.